let me ask you one thing. So, do you believe Kerala should, concentrate more on industrialization rather than, this tourism sector and remittance? അല്ല എനിക്ക് ഐ ഡോണ്ട് സീ ദിസ് ആസ് ബൈനറീസ്. ഇത് ബൈനറീസ് അല്ല. ഇൻഡസ്ട്രിയലൈസേഷൻ ചെയ്യണം. കാരണം ഞാനൊരു എക്സാമ്പിളായിട്ട് പറയാം അഗെയിൻ. തമിഴ്നാട് പോലെ ഒരു സ്ഥലം, ഒരു സംസ്ഥാനം 26 ലക്ഷം ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിന് ജോബ് കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഞാൻ മന്ത്രിയായപ്പോൾ മൊബൈൽ ഫോൺ PLI സ്കീം വഴി വലിയ വലിയ ഫാക്ടറീസ് ഉണ്ടാക്കിയത് അവിടെയാണ്. ലക്ഷക്കണക്കിൽ തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്ത സംസ്ഥാനമാണ് തമിഴ്നാട്, പാർട്ട്ണർഷിപ്പായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യേൻ്റെ ഒപ്പം. കേരളത്തിൻ്റെ ടോട്ടൽ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് എത്ര അറിയാം? 1.4 lakhs. അപ്പോൾ നമുക്ക് ജോബ്സ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് നമ്മൾ എക്കോണമി വഴി ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ, സൃഷ്ടിച്ചില്ലെങ്കിൽ നമ്മുടെ കുട്ടികളെല്ലാം എവിടെ പോവും? പുറത്ത് പോവും. അപ്പോൾ ഇൻഡസ്ട്രിയൽ യെസ്, ബട്ട് അത് വാട്ട് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രി? അത് ഇലക്ട്രോണിക്സ് ആവാം, പിന്നെ ഈ ലോ എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഉള്ള ഇൻഡസ്ട്രീസ്, പിന്നെ വലിയ ലാൻഡ് ആവശ്യപ്പെടാത്ത ഇൻഡസ്ട്രി, അത് എത്രയോ ഇൻഡസ്ട്രീസ് ഉണ്ട്. നമ്മൾ ഫാർമ, റെയർ എർത്ത്, കോമ്പോസിറ്റ്സ്, സ്പെഷ്യലൈസ്ഡ് മാനുഫാക്ചറിങ്, സോഫ്റ്റ്വെയർ, പിന്നെ അത് ഒരു വശം. പിന്നെ ടൂറിസം നോക്കൂ. ടൂറിസം ഈസ് ദ ഹയസ്റ്റ് ജോബ് ക്രിയേറ്റർ ഓഫ് എനി സർവീസ് ഇക്കോണമി. അതിൽ കാരണം ടൂറിസമിൽ ഡയറക്റ്റ് എംപ്ലോയ്മെൻ്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് എംപ്ലോയ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ടൂറിസം മേഖലയിൽ കേരളം ചെയ്യുന്നത് ഇന്ന് 10%, 20% സാധ്യതയാണ്. അത് ശരിക്കും ഇത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇന്ന് ഇപ്പോൾ മൊത്തം കൺട്രീസ് ഉണ്ട് ദാറ്റ് ഡിപ്പെൻഡ് ഓൺലി ഓൺ ടൂറിസം. ബാലി എന്ന് പറയുന്ന സ്ഥലം ഫുൾ 100% ടൂറിസം ഇക്കോണമിയാണ്. തായ്ലൻഡ് എന്താണ്? 100% ടൂറിസം ഇക്കോണമിയാണ്. ഇന്ന് സൗദി അറേബ്യയും ടൂറിസം ഇക്കോണമി സൃഷ്ടിക്കാൻ നോക്കുന്നു. ദുബായ് എന്താണ്? അപ്പോൾ നമ്മൾ ഈ ടൂറിസമിന് കുറച്ച് അത് ഓക്കെ, നമ്മൾക്ക് നൈറ്റ് ക്ലബ് ടൂറിസമിൻ്റെ ആവശ്യമില്ല, അത് ഗോവ ചെയ്തോട്ടെ. പക്ഷെ നമുക്ക് വെൽനസ് ടൂറിസം ചെയ്യാം. Are you against night clubs? അല്ലല്ല, ഐ എം നോട്ട്. അങ്ങനെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാം. അല്ലല്ല, ഞാൻ പറഞ്ഞത് ഞാൻ നൈറ്റ് ക്ലബ് എഗെയിൻസ്റ്റ് അല്ല. വി ക്യാൻ ചൂസ് ആസ് എ പീപ്പിൾ. നമുക്ക് ഈ ടൈപ്പ് ഓഫ് ടൂറിസമാണ് ഫോക്കസ് ചെയ്യേണ്ടത്. കൺസിസ്റ്റൻറ്റ് വിത്ത് അവർ സോഷ്യൽ വാല്യൂസ്, കൺസിസ്റ്റൻറ്റ് വിത്ത് അവർ കൾച്ചറൽ. കാരണം ഇപ്പോൾ ഗോവയിൽ കാണുന്നുണ്ടല്ലോ, ഭയങ്കര പുഷ് ബാക്കാണ്. നമ്മളൊരു മോഡൽ ടൂറിസം വിത്തൗട്ട് ജനങ്ങളുടെ സമ്മർദ്ദം അത് ഇമ്പോസ് ചെയ്താൽ അതൊരു പുഷ് ബാക്ക് ആയി. ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ബാലി. അതായത് ഹിന്ദു മതവിശ്വാസികളായിട്ടുള്ള ഹിന്ദു ബിലീഫ് സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്ന ആൾക്കാര് അതൊരു ലൈക്ക് ഈവൻ ദോ ഇന്തോനേഷ്യ പോലുള്ള രാജ്യത്ത് നമ്മൾ ഒരു ബാങ്കോക്കിലോ പട്ടായയിലോ പോകുന്ന ഒരാളല്ല ബാലി പോകുന്നത്. പക്ഷെ അവിടെ ഡിസിപ്ലിൻ ഉണ്ട്, പോലീസ് എൻഫോഴ്സ്മെന്റ് ഉണ്ട്, അവിടെ ഡ്രഗ്സ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ നൈറ്റ് ലൈഫ് എന്ന് ചെയ്യുമ്പോൾ ദുബായിൽ ഡ്രഗ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നൈറ്റ് ലൈഫ് ഓറിയൻറ്റഡ് ടൂറിസം ഈസ് എ സർട്ടൻ ടൈപ്പ് ഓഫ് ടൂറിസം വേർ യു നീഡ് സം അതർ ഡൂസ് ആൻഡ് ഡോൺട്സ് ദാറ്റ് ഡസ് നോട്ട് ഇമ്പാക്ട് സൊസൈറ്റി. മനസ്സിലായില്ല? അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ നാട്ടിൽ സംസ്കാരവും കൾച്ചറെല്ലാം എന്തു പറഞ്ഞാലും അതൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് ജനങ്ങളുടെ മനസ്സിൽ. അപ്പോൾ അതെല്ലാം നോക്കി എന്താണ് നമ്മളുടെ ആവശ്യം, ഇവിടെ നടക്കാൻ സാധ്യത എന്താണ്, വയബിൾ നോക്കി നമുക്ക് ചെയ്യാം. എൻ്റെ മനസ്സിൽ ഇന്നല്ല, ഒരു 10 കൊല്ലമായിട്ട് കേരളം ഒരു വെൽനെസ് ആൻഡ് സ്പിരിച്വൽ ടൂറിസമിൻ്റെ ഹബ്ബ്. മറ്റേ ടൂറിസം നടക്കട്ടെ, സ്പോർട്സ് നടക്കട്ടെ, ട്രെക്കിംഗ് നടക്കട്ടെ, ബട്ട് വെൽനെസ് ആൻഡ് സ്പിരിച്വലിൻ്റെ ഹബ്ബായിട്ട് ഒരു കമ്പറ്റിറ്റീവ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഹബ്ബായിട്ട് മാറ്റാൻ പറ്റുമെന്ന് ഞാനൊരു 10 കൊല്ലമായിട്ട് പറഞ്ഞ ആളാണ്. ഞാൻ തന്നെ ഈ യാത്രകൾ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അതിൽ ഇൻസ്പയർഡ് ആയിട്ട് ഞാനിപ്പം ഒരു ബാലി സ്റ്റൈൽ ഒരു പൂൾ വില്ല എറണാകുളത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്യൂട്ടിഫുൾ. Like I like hospitality industry. So I want to set up a Bali style pool villa in Cochin. ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. April May ആകുമ്പോഴത്തേക്കിനും ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. So that's എൻ്റെ ഒരു ഡ്രീമാണ്. സോ എനിക്ക് അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മളതൊരു ഐഡൻറ്റിഫൈ ചെയ്ത് അതൊരു സ്കെയിൽ, ഒരു 10-20 ലക്ഷം വിസിറ്റേഴ്സ് പെർ ഇയർ, അതിന് ഡയറക്റ്റ് റവന്യൂവും കിട്ടും, ഇൻഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റും ക്രിയേറ്റ് ചെയ്യും. ബട്ട് അതിനൊരു വിഷൻ വേണം, അതിന് ഒരു എനേബിളിംഗ് എൻവയറമെൻറ്റ് വേണം, ഇൻഫ്രാസ്ട്രക്ചർ വേണം, ഇൻവെസ്റ്റ്മെൻറ്റ് വേണം സ്റ്റേറ്റിൻ്റെ ഭാഗത്ത്. കേരളം ഒരു ഡെസ്റ്റിനേഷൻ ആക്കാൻ ഒരു അഡ്വർടൈസ്മെൻറ്റ് മാത്രം പോരാ, അതിനൊരു കോംപ്രിഹെൻസീവ് കാഴ്ചപ്പാട് വേണം.